ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്. ചെറിയൊരു ചാപ്റ്ററാണ്, ലാസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ, ലാസ്റ്റ് മൊഡ്യൂള്. റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഡെറിവേറ്റീവ്സ് ആൻഡ് ടാക്സ് ഓൺ ഡെറിവേറ്റീവ്സാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ റീസെൻ്റായിട്ട് വന്ന ഒരുപാട് ഡെറിവേറ്റീവ്സുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഡെറിവേറ്റീവ്സിൻ്റെ മുകളിലുള്ള ടാക്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കറിയാം ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു കാര്യമാണ് ഡെറിവേറ്റീവ്സ്. അതിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സുകളുണ്ട്, സ്വാപ്സ്, ഓപ്ഷൻസ്, അല്ലേ, ഫോർവേഡ്, ഫ്യൂച്ചർ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെറിവേറ്റീവ്സുകളൊക്കെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ മാനേജ് റിസ്ക് ആണ്, അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഏത് കാലത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു റീസെൻ്റായിട്ട് നമ്മുടെ ഡെറിവേറ്റീവ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് അവിടെ ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ നമ്മുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, 20-ാം നൂറ്റാണ്ടിൽ ഒരുപാട് ഫിനാൻഷ്യൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഒരുപാട് ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ. 20th സെഞ്ച്വറിയിൽ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡെറിവേറ്റീവ്സുകൾ വണ്ടർഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. മീൻസ് നമ്മുടെ ഡെറിവേറ്റീവ്സിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സുകൾ ഒരുപാട് ഇന്നവേറ്റീവായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന്. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്, നെക്സ്റ്റ് പാരഗ്രാഫിൽ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഡെറിവേറ്റീവ്സ് ആണ്. നമുക്കറിയാം എൻവയോൺമെൻറ്റ്, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് വെരി കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റിസ്ക്കുകൾ ബിസിനസ് ഓപ്പറേഷൻ്റെ ഓരോ സ്റ്റേജസുകളിലും, എവരി സ്റ്റേജസിലും ഒരു റിസ്ക്കുകൾ, വെറൈറ്റി റിസ്ക്കുകൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമുക്കതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡെറിവേറ്റീവ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിതിൽ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരിക, തന്നെ അതുപോലെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സുകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഈ ഒരു റീസെൻ്റ്ലി നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഏതൊരു കാര്യത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ ഡെറിവേറ്റീവ്സിനെക്കാട്ടിലും ഏറ്റവും ഗ്രോ അപ്പായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഡെറിവേറ്റീവ്സുകൾ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം NSE, BSE പോലത്തെ നമ്മുടെ മാർക്കറ്റുകൾ, ഫിനാൻഷ്യൽ മാർക്കറ്റ്സുകൾ നമ്മൾക്ക് വന്നതോട് കൂടിയിട്ട് ഇതിനൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രോയിങ് ആയിട്ട് ഒരുപാട് ഫാക്ടേഴ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരുപാട് ഡെറിവേറ്റീവ് മാർക്കറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതൊക്കെയാണ് അതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾ എഴുതേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ്സുകൾ ഒരുപാട് ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഡെറിവേറ്റീവ് മാർക്കറ്റുകൾ നമുക്ക് വേൾഡിൽ മൊത്തത്തിൽ വളർന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക കേട്ടോ. ഇന്ത്യയിലെ ഡെറിവേറ്റീവ്സ് ട്രേഡിൽ നമുക്ക് റീസെൻ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് പറയാം. ഇന്ത്യൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അമേരിക്കൻ CME കേട്ടോ, CME ഗ്രൂപ്പ് എന്താണ്? ഇന്ത്യൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അമേരിക്കൻ്റെ ഒരു CME ഗ്രൂപ്പാണ് കേട്ടോ. അത് മനസ്സിലാക്കുക. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അമേരിക്കയുടെ CME ഗ്രൂപ്പാണ്. അതിനെ മറികടന്നിട്ട് നമുക്ക് എന്താണ്, ലോകത്ത് ഒരുപാട് ഏറ്റവും വലിയ ഡെറിവേറ്റീവുകളായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ഡെറിവേറ്റീവ്സും മാറിയിട്ടുണ്ട്. അപ്പം അതിനെ സപ്രസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ അമേരിക്കയുടെ ഒരു ഗ്രൂപ്പാണ് CME എന്ന് പറയുന്നത്. അതിനെ ഓവർകം ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. then അതുപോലെ മുംബൈ ബേസ്ഡായിട്ട് NSE ഉണ്ടല്ലോ, മുംബൈ ബേസ്ഡായിട്ട് NSE ട്രേഡ് ചെയ്യുന്നുണ്ട്. NSEയിൽ ഒരുപാട് ട്രേഡിങ് നടക്കുന്നുണ്ട് കോൺട്രാക്റ്റ് ബേസിൽ. നമുക്കറിയാം NSE BSE ഒക്കെ ആണ് ഏറ്റവും വോളിയമായിട്ട് കോൺട്രാക്റ്റ് ബേസിൽ നടക്കുന്ന മാർക്കറ്റുകൾ എന്ന് പറയുന്നത്. then അവിടെ NSE 2019 അല്ലേ,
2019 അത് വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് തൊട്ടൊക്കെ നല്ലൊരു ഗ്രോ അപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കാം, ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ 58%, എബൌട്ട് 6 ബില്യൺ കേട്ടോ, ബില്യൺ ബേസിലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യുന്ന ഒന്നാണ് NSE എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ഇൻഡസ്ട്രി അസോസിയേഷനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വളർച്ച വന്നിട്ടുണ്ട്. 58% 2019 കോൺട്രാക്റ്റ് വോളിയത്തിനെക്കാട്ടിലും 58% വർദ്ധിച്ച് വന്നിട്ടുണ്ട് ബില്യൺ പ്രകാരം കേട്ടോ. CME ഗ്രൂപ്പിൻ്റെ വോളിയം പ്രകാരം 4.8 ബില്യൺ കരാറുകളാണ് നമുക്ക് ഗ്രോ അപ്പ് ആയിട്ടുള്ളത്. ഇനി നോക്കാം, ഇവിടെ കുറച്ച് ഇത് പറഞ്ഞിട്ടുണ്ട്. 2019 ബില്യൺ കോൺട്രാക്റ്റിൻ്റെ വോളിയംസ് കേട്ടോ. എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത് NSE, CME ഗ്രൂപ്പ്, B3, ഇന്റർകോണ്ടിനെൻ്റൽ എക്സ്ചേഞ്ച് കേട്ടോ. ഇന്റർകോണ്ടിനെൻ്റൽ എക്സ്ചേഞ്ച് ആണ്. പിന്നെ യൂറെക്സ് ആണ്. ഇങ്ങനെയുള്ള കുറച്ച് എക്സ്ചേഞ്ചുകൾ അഥവാ മാർക്കറ്റ്സുകളാണ് NSE, CME ഗ്രൂപ്പ്, B3, ഇന്റർകോണ്ടിനെൻ്റൽ എക്സ്ചേഞ്ച്, യൂറെക്സ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വോളിയംസ് 2019 വോളിയംസ് എന്തിൻ്റെ വോളിയംസ് ആണ്? ബില്യൺ കോൺട്രാക്റ്റ് ബേസിലുള്ള 2019 വോളിയംസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. NSEയിൽ 5.93, CMEയിൽ 4.83, B3യിൽ 3.88, ഇന്റർകോണ്ടിനെൻ്റൽ എക്സ്ചേഞ്ചിൽ 2.26, യൂറെക്സിൽ 1.95 കേട്ടോ. പിന്നെ പറയാനുള്ളത് NSE ഇതിൽ ഗ്രോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഗ്രോ അപ്പ് ചെയ്തിട്ടുള്ള വോളിയംസുകൾ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. പുതിയ നിക്ഷേപകരുടെയും രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെയും ഒരുപാട് വോളിയത്തിൽ വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് NSEയുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ. ഒരു 3 മടങ്ങ് അധികമായിട്ട് വിറ്റുവരവ് നമ്മുടെ മാർക്കറ്റിൽ ക്യാഷ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ അതിനെ തുടർന്ന് യുഎസിൻ്റെ ഡില്യൺ കേട്ടോ, ഡില്യൺ ഡോളറുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അവിടെ 35.5 ആയിട്ട്. അതുപോലെ ഇന്ത്യൻ ഓഹരിയുടെ വിപണി മൂല്യം നോക്കുമ്പോൾ 2.2 ഡില്യൺ ഡോളറുമാണ് മാറിയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ ഒരുപാട് വളർച്ച വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു നാഴികക്കല്ലായിട്ടാണ് ഇതിനെ കാണുന്നത് കേട്ടോ. ദെൻ അതുപോലെ ഇന്ത്യയിലെ സ്പെക്കുലേഷൻ്റെ പ്രവർത്തനങ്ങളും ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട്. അതുപോലെ ക്യാഷ് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ദെൻ അങ്ങനെയുള്ള ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു NSE BSE ഒക്കെ വന്നതോട് കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ റീസെൻ്റ്ലി വന്ന ഒരുപാട് കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇതൊക്കെയാണ് ആ ഒരു ഭാഗത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് നോക്കാം, ഡെറിവേറ്റീവ്സിൽ ഈ ഒരു ഇത് വന്നതോട് കൂടിയിട്ട് നമ്മുടെ മാർക്കറ്റിൽ സിംഗപ്പൂർ എക്സ്ചേഞ്ച് ലിമിറ്റഡ് ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലും സിംഗപ്പൂർ എക്സ്ചേഞ്ച് ലിമിറ്റഡ് ഇന്ത്യയിൽ വലിയ കമ്പനികളെ അടിസ്ഥാനമാക്കി സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചർ പെർഫോം ചെയ്യാനും അതിൻ്റെ ഇതൊക്കെ ഒഴിവാക്കാനൊക്കെ കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ മീൻസ് അതിൽ വരുന്ന തർക്കങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ ഈ ഒരു ഡെറിവേറ്റീവ്സ് വോളിയത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ സിംഗപ്പൂർ എക്സ്ചേഞ്ച് ലിമിറ്റഡും ഇതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സുകൾ പെർഫോം ചെയ്യാനുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യം ഇന്ത്യയിലെ ലാർജസ്റ്റ് കമ്പനിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ള ചില വലിയ കമ്പനികളെ അടിസ്ഥാനമാക്കിയിട്ട് ഇത്തരത്തിലുള്ള സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. ദെൻ അതുപോലെ നമ്മുടെ ഇതിൽ NSEയുടെ അടിസ്ഥാനത്തിൽ മാർച്ചിലാണിത് മുന്നോട്ട് വന്നിട്ടുള്ളത്. മാർച്ചിലാണിത് കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ ട്രേഡിംഗ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ എക്സ്ചേഞ്ചുകളുടെ ഒരു കോൺട്രാക്റ്റ് വോളിയംസും US മറ്റ്
ഡെവലപ്മെൻറ്റ്സുകളായ മാർക്കറ്റിൻ്റെ വോളിയംസും എല്ലാം നമ്മൾക്ക് ഓർത്ത് അല്ലെങ്കിൽ അതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എതിരായി നിൽക്കുന്ന ആളുകളെയും ഇൻ്റർ കോണ്ടിനെൻ്റൽ എക്സ്ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിന് പെർഫോം ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ USA-നും സിംഗപ്പൂരിനെയും കൊറിയനെയും ഒക്കെ ഓവർകം ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ NSC BSc വന്നതോട് കൂടിയിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നീടുള്ള പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ ഹാസ് എ റേസ്ഡ് ഹെഡ് ഓഫ് എ കൊറിയൻ എക്സ്ചേഞ്ച്. നമുക്ക് കൊറിയൻ എക്സ്ചേഞ്ചിനെയും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൊറിയൻ എക്സ്ചേഞ്ചിൽ നടക്കുന്ന ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ റേഷ്യോസിനെയും നമ്മൾ മുൻപന്തിയിലാക്കിയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ വരുന്ന ക്യാഷ് മാർക്കറ്റ് ടേൺ ഓവറും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റ് ടേൺ ഓവറും ഡെറിവേറ്റീവ് ടേൺ ഓവറും നോക്കുമ്പോൾ അവിടെ എന്താണ് കൂടുതലായിട്ട് കൊറിയൻ എക്സ്ചേഞ്ചിനെക്കാട്ടിൽ കൂടുതലായിട്ട് ഇന്ത്യൻ എക്സ്ചേഞ്ചുകളാണ് കൂടുതൽ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കൊറിയൻ എക്സ്ചേഞ്ചിൻ്റെ കാട്ടിലും മുന്നിലായിട്ട് നമ്മുടെ ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ കാര്യത്തിലും ഇന്ത്യൻ ഡെറിവേറ്റീവ്സുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ്സുകൾ, ഇന്ത്യൻ എക്സ്ചേഞ്ച് മാർക്കറ്റുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതന്നെ അതുപോലെ തന്നെ ഇതിൽ കൂടുതലായിട്ട് എക്സ്ചേഞ്ച് വേൾഡ് ഫെഡറേഷൻ കേട്ടോ, ഇതിൻ്റെ ബേസിൽ വേൾഡ് ഫെഡറേഷൻ എക്സ്ചേഞ്ച് ഫോറംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. സോ പിന്നുള്ളത് 29.6 നിന്ന് 15.6 നിന്ന് 2 വർഷത്തിനുള്ളിൽ 29.6 ആയിട്ട് ബില്യണായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. മാർച്ച് 2018 എൻഡിൽ 18.8% ഉള്ളത് നമ്മൾ എന്തായിട്ട് മാറി 29.6 മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രക്കും വളർച്ച നമ്മുടെ ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ വന്നിട്ടുണ്ട്. വേൾഡ് ഫെഡറേഷൻ എക്സ്ചേഞ്ച് ഫോറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ബില്യൻ്റെയും മില്യൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് കേട്ടോ. മാർച്ചിൻ്റെ ഡാറ്റയിൽ നമ്മൾ NSCയുടെ ഒരു വോളിയം കാണുന്നത് US ഡോളറിൽ 90,968.9 മില്യൺ ഡെറിവേറ്റീവ്സുകളും ആയിരുന്നു ഉള്ളത് കേട്ടോ. പിന്നെ അത് 2,688 2 ലക്ഷത്തി കേട്ടോ സംതിങ് അത്രയും മില്യൺ ഡോളറിൽ നിന്ന് US ഡോളറിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. നോക്കാം, ഇതിൽ കൊറിയ എക്സ്ചേഞ്ചിൽ ക്യാഷ് വോളിയമായിട്ട് 2 ലക്ഷത്തി കൊറിയ എക്സ്ചേഞ്ചിൽ ക്യാഷ് വോളിയമായിട്ട് 2,40,760 മില്യൺ ഡോളറായിരുന്നു. ഡെറിവേറ്റീവ്സ് വോളിയം 4 കോടിക്ക് പറയുന്ന ബില്യൺ ഡോളറായിട്ട് ആണ് ഡെറിവേറ്റീവ്സ് വോളിയം ഉണ്ടായിരുന്നത്. അപ്പോൾ 50 ദശലക്ഷം ഡോളേഴ്സാണ് ഇതിന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. പിന്നീട് ഇക്വിറ്റി ഡെറിവേറ്റീവ്സുകളുടെ നമ്മുടെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച അടുത്തിടെ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. ആ ചർച്ചയിലൂടെ ഡെറിവേറ്റീവ്സുകളുടെയും അതുപോലെ ക്യാഷിൻ്റെയും ഉയർന്ന റേഷ്യോ തുടർന്നിട്ട് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ സെബിയുടെ അടിസ്ഥാനത്തിൽ സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സുകളും ഓപ്ഷൻസുകളും ഘട്ടം ഘട്ടമായിട്ട് ഫിസിക്കൽ ഡെലിവറി നടത്താൻ നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ വിഭാഗത്തിൽ നടക്കുന്ന ട്രേഡുകൾ മാർജിൻ്റെ ആവശ്യകതയും സെബി അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മാർജിൻ എന്താണെന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെബി പറഞ്ഞത് ഇത്രയാണ്. സെബിയുടെ അടിസ്ഥാനത്തിൽ ഫിസിക്കൽ ഡെലിവറി സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൻ്റെയും ഓപ്ഷൻസിൻ്റെയും സിംഗിൾ സ്റ്റോക്കുകളുടെ ഒരു ഫിസിക്കൽ ഡെലിവറി നടത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഓപ്ഷൻ്റെയും ഫ്യൂച്ചേഴ്സിൻ്റെയും മാർജിൻ റിക്വയർമെൻറ്റ്സുകൾ അതിൻ്റെ ആവശ്യകതയും മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ
ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ എല്ലാ ഇൻഫോർമേഷൻസുകളും നിക്ഷേപകർക്കുള്ളതാണെന്നും അതുപോലെ 2 ലക്ഷത്തിൽ താഴെ ഉള്ള ആസ്തിയുള്ള റീറ്റെയിൽ നിക്ഷേപകർക്കുള്ളതാണെന്നും മനസ്സിലാക്കി. അപ്പോൾ സെബി പറഞ്ഞൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ 2 ലക്ഷത്തിൽ കുറവ് നെറ്റ്വർത്തുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നതല്ല, 2 ലക്ഷത്തിൽ താഴെയുള്ള ആളുകൾ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സെബിയുടെ ഒരു കണ്ടീഷൻ വെച്ചത്. അതിന് മുകളിൽ നെറ്റ്വർത്തുള്ള ആളുകൾക്കാണ് ഇന്ത്യൻ ഡെറിവേറ്റീവ് ട്രേഡിംഗ് നടത്താൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചതുകൊണ്ട് തന്നെ 2 ലക്ഷത്തിൽ താഴെയുള്ള ആളുകൾ ഇതിൽ ട്രേഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനും കൂടി അവർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് തന്നെ ഈ ഒരു ട്രേഡിംഗ് നടത്തുന്ന ആളുകൾക്ക് കുറച്ചൊക്കെ നെറ്റ്വർത്ത് ഉണ്ട്, ഈ 2 ലക്ഷത്തിന് മുകളിൽ നെറ്റ്വർത്ത് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതൽ നഷ്ടം വരാൻ ഉള്ള ചാൻസ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെ നമ്മൾ വിചാരിക്കേണ്ടത് കേട്ടോ. then അതുപോലെ പിന്നെ അതുപോലെ തന്നെ ഇക്വിറ്റി ട്രേഡേഴ്സിൻ്റെ കേട്ടോ. അപ്പോൾ ഇതിവിടെ 2 ലക്ഷത്തിൽ കൂടുതലുള്ള ആളുകൾക്ക് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഈ ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും 6 മാസത്തേക്കൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നൽകേണ്ടതുള്ളതെന്നും സെബി ഒരു റെഗുലേറ്ററായിട്ട് നിർബന്ധമാക്കി കൊടുത്തു എന്നുള്ളതാണ്. 6 മാസത്തേക്ക് ബാങ്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ, ബാങ്കുകാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെഗുലേറ്റർ സ്റ്റേറ്റ്മെൻറ്റ് നൽകേണ്ടത് ആണ് എന്ന് നിർബന്ധമാക്കി. ഓക്കെ, ദെൻ മുകളിൽ പറഞ്ഞതല്ലാതെ തന്നെ നമുക്ക് ചില ട്രെൻഡ്സുകളുണ്ട്. ഇക്വിറ്റി ഡെറിവേറ്റീവ്സുകളുടെ ഒരു ആഗോളവൽക്കരണം, ഒന്നിലധികം എക്സ്ചേഞ്ചുകൾ, ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക. ദെൻ അതുപോലെ നേരിട്ടുള്ള മാർക്കറ്റ് നേരിട്ടുള്ള മാർക്കറ്റുകൾ ആക്സസ് ചെയ്യാം. പിന്നെ അതുപോലെ സ്ട്രേറ്റ് പ്രോസസ്സിങ്, അൽഗോരിതം ട്രേഡിങ്, ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്, ഇൻ്റർനെറ്റ് ട്രേഡിങ്, മൊബൈൽ ട്രേഡിങ് തുടങ്ങിയ ഒരുപാട് ഫെസിലിറ്റീസുകൾ അടങ്ങിയ ട്രേഡിങ്ങുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇപ്പോൾ ഈ റീസെൻ്റ്ലി വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ ഇൻ്റർനെറ്റ് ട്രേഡിങ്ങൊക്കെ ഒരുപാട് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിങ്ങൊക്കെ വന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു 2019 കാലഘട്ടം എന്ന് പറയുന്നത്. റീസെൻ്റായിട്ട് വന്നത് അത് ഇൻവെസ്റ്റേഴ്സിന് ഒരുപാട് ഫെസിലിറ്റീസായിട്ട് കൊടുക്കുക, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് ഒക്കെ നമുക്ക് കണ്ടിട്ട് നമുക്ക് നഷ്ടം വരുന്നുണ്ടോ ഇല്ലയോ, എത്രയാണ് ഇതിൻ്റെ വോളിയം, എത്രയാണ് ഇതിൻ്റെ റിസ്ക് എന്നൊക്കെ നമുക്ക് സ്ക്രീൻ ബേസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് കണ്ടിട്ട് ട്രാൻസ്പെറൻ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിട്ടാണ് ഈ 2019 കാണുന്നത്. ഓക്കെ, പിന്നെ ഇൻ്റർനെറ്റ് ട്രേഡിങ് പറഞ്ഞല്ലോ, സ്ക്രീൻ ബേസ്ഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ക്രീൻ ബേസ്ഡൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അത് തന്നെയാണ് നടക്കുന്നത് കേട്ടോ. നമുക്ക് ഓൺ ടെർമിനൽസ് ആയിട്ട് ബ്രോക്കേഴ്സിൻ്റെ സഹായം ഉണ്ടായിട്ടും ഇല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒന്നും കൂടെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവന്നു. ഈ സെബി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ട്രേഡിങ്, മൊബൈൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ട്രേഡിങ്ങുകൾ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അവിടെ പറയുന്നത്. ഗ്ലോബൽ മാർക്കറ്റ്സ് ഒരുപാട് ഡെവലപ്പായി. ഓരോ മാർക്കറ്റ് പ്ലെയേഴ്സിനെയും, ഇന്ത്യയിലുള്ള ഓരോ മാർക്കറ്റ് പ്ലെയേഴ്സിനെയും അവർക്ക് ഡെവലപ്പാക്കി കൊണ്ടുവരാനും മാർക്കറ്റിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാനും മറ്റു രാജ്യങ്ങളെക്കാളും മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ അതിനെ പെർഫോം ചെയ്യാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളതാട്ടോ. ഇപ്പോൾ ഒരുപാട് ചലഞ്ചസുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടും അതിനൊക്കെ നേരിട്ടിട്ടും മുന്നോട്ട് പോയി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് പറഞ്ഞതൊക്കെ അതിൽ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇക്വിറ്റി മാർക്കറ്റുകൾ ഒരുപാട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അങ്ങനെ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുമ്പോൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും ഗ്രോത്തും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുക, ടാക്സാക്ഷൻ ഓൺ ഡെറിവേറ്റീവ്സ്, അഥവാ നമ്മുടെ ഡെറിവേറ്റീവ്സിൻ്റെ മുകളിലുള്ള ടാക്സുകളാണ് കേട്ടോ പറയുന്നത്. നമുക്കറിയാം ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഏതൊരു കാര്യത്തെയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന നമുക്കറിയാം, അവിടെ ആ രാജ്യത്ത് ഒരുപാട് ടാക്സിൻ്റെ
നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെറിവേറ്റീവ്സിലൂടെ നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന് എന്ത് കൂടെ കൊടുക്കണം, ടാക്സ് കൊടുക്കണം എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതാണ് ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ റെസിഡൻറ്റ് ഈസ് സബ്ജക്റ്റ് ടു ടാക്സ് ഓൺ ദയർ വേൾഡ് വൈഡ് ഇൻകം. നമുക്ക് ലോകത്ത് എവിടെ ലോകമെമ്പാടുമുള്ള ഇൻകം ആണെങ്കിലും അതിനൊക്കെ എന്താണ്, ഇന്ത്യൻ നിവാസിയാണെങ്കിൽ, ഇന്ത്യൻ റെസിഡൻറ്റ് ആണെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ടാക്സിന് വിധേയമാണ് എന്നുള്ളതാണ്. നമ്മൾ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പണത്തിന് അല്ലെങ്കിൽ ആ വരുമാനത്തിന് നമ്മൾ ടാക്സ് കൊടുക്കൽ നിർബന്ധമാണ്. അത് ഇന്ത്യൻ ഗവൺമെൻറ് പ്രകാരം, അതാത് ഗവൺമെൻറ് പ്രകാരം ടാക്സ് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏത് ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ വേൾഡ് വൈഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തിന് ഇൻകത്തിൻ്റെ ബേസിൽ ഇൻകത്തിന് നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം എന്നാണ് ആ ഫസ്റ്റ് ലൈന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ അതർവൈസിൽ നോക്കുകയാണെങ്കിൽ നോൺ റെസിഡൻറ്റ്, അതർ ഹാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോൺ റെസിഡൻ്റ് ആണെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന വരുമാനത്തിനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവർക്ക് ലഭിക്കുന്ന അവർക്ക് ഉണ്ടാക്കുന്ന വരുമാനത്തിന് മാത്രമേ നികുതി അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ മനസ്സിലാക്കുക, ഇന്ത്യൻ റെസിഡൻ്റ് ആണെങ്കിൽ അവർ ഏത് രാജ്യത്തിൽ നിന്നാണ് വരുമാനം ഉണ്ടാക്കിയാലും ആ വരുമാനത്തിന് മുകളിൽ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. പക്ഷേ നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന പണത്തിൻ്റെ മുകളിൽ മാത്രമാണ് അവർക്ക് ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. മറ്റു രാജ്യത്തിൽ നിന്ന് ഉണ്ടാക്കേണ്ടത് അവർക്ക് ഇന്ത്യയിലുള്ള ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സിനെ ബാധിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇന്ത്യയിൽ താമസിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ അവർക്ക് ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവർ കൊടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ മുകളിൽ മാത്രം അവർക്ക് എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ അക്രൂഡായിട്ട് ഇന്ത്യൻ ഇൻകം ദാറ്റ് അക്രൂസ് ഓഫ് എറൈസ്ഡം ഇന്ത്യ, അതിൻ്റെ ബേസിൽ മാത്രമാണ് അവർക്ക്, അല്ലെങ്കിൽ ഇൻകം റിസീവ്ഡ് ബൈ ദം ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ മുകളിലോ അവർക്ക് ടാക്സ് കൊടുത്താൽ മതി. ടാക്സ് ഓൺലി എന്ന് പറയുന്നുണ്ട്. ആ ടാക്സ് ഓൺലി ഓൺ ഇൻകം റിസീവ്ഡ് ബൈ ദം ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഓർ ഇൻകം ദാറ്റ് എക്രോ അല്ലേ ഓർ ഇൻ റേസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്നതോ ഇന്ത്യയിൽ നിന്ന് റേസ് ചെയ്യുന്നതോ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതോ ആയിട്ടുള്ള പണത്തിൻ്റെ മുകളിൽ മാത്രം എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ചില വ്യവസ്ഥകൾ, കണ്ടീഷൻസുകൾ പറയുന്നുണ്ട്. ഡീംഡ് ടു ബി അക്രൂഡ് റൈസിങ് ഇൻ ഇന്ത്യ, അഥവാ ഇന്ത്യയിൽ നമ്മൾക്ക് ഡീംഡ് ചെയ്യുന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അതുവഴി ഇന്ത്യയിൽ നികുതിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സാധാരണയായിട്ട് ഇന്ത്യയിൽ സമ്പാദിക്കുന്ന വരുമാനത്തിനാണ് ഒരു പ്രവാസി അടയ്ക്കേണ്ട മുഴുവൻ നികുതി എന്നുള്ളത് കേട്ടോ. മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ടാക്സേഷൻ ഓൺ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡെറിവേറ്റീവ്സിൻ്റെ ട്രേഡുകൾ നമ്മൾ ഇന്ത്യയിൽ എപ്പോഴും ഒരു വളർച്ചയുടെ കാലഘട്ടമാണ്. ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻസ് ഇന്ത്യയിൽ വളർച്ചയുടെ കാലഘട്ടമായിട്ടാണ് തുടരുന്നത്. സോ അതുകൊണ്ട് ടാക്സ് ഇംപ്ലിക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. ടാക്സ് ഇംപ്ലിക്കേഷന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതർ അതോറിറ്റീസിൻ്റെ ബേസിലാണ്, റവന്യൂ അതോറിറ്റീസിൻ്റെ ബേസിൽ ഇത്തരത്തിലുള്ള ഗ്രോ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടാക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. ഇനി ഒരു സ്വാപ്സിലെ ഇടപാടുകൾ മാർജിന് വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്വാപ്സിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഈ ടാക്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ടാക്സാഷൻ അണ്ടർ ദ ആക്ട് കേട്ടോ, അതിൽ പറഞ്ഞിട്ടുള്ളത് IT ആക്ട് സെക്ഷൻ 9 കേട്ടോ. IT ആക്ട് ടാക്സേഷൻ അണ്ടർ ദ IT ആക്ട് ആണ് കേട്ടോ. IT ആക്ട് പ്രകാരം അതിൽ IT ആക്ട് സെക്ഷൻ 9 പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന്
സമ്പാദിക്കുന്ന അതിൽ ഇന്ത്യയിൽ നിന്ന് അക്രൂ ചെയ്യുന്നതോ എറൈസ് ചെയ്യുന്നതുമായിട്ടുള്ള ഇൻകത്തിൻ്റെ മുകളിൽ മാത്രമാണ് എന്ത് കൊടുക്കേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് ത്രൂ ഫ്രം എനി ബിസിനസ് കണക്ഷൻ, പ്രോപ്പർട്ടി, അസറ്റ്, റിസോഴ്സ് ഇൻ ഇന്ത്യ, ഇൻകം ഇൻ ഇന്ത്യ, ഡീംഡ് ടു അക്രൂഡ് ആൻഡ് എറൈസ് ഇൻ ഇന്ത്യ, അത്രേ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്തെങ്കിലും ബിസിനസ്സിൻ്റെ മുകളിലോ പ്രോപ്പർട്ടിയോ അസറ്റോ ആൻഡ് അതർ സോഴ്സസുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ഇൻകം അക്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് എന്ത് കൊടുക്കേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് നോക്കുക. യുണൈറ്റഡ് കിങ്ഡം ഓഫ് ദ ഇന്ത്യൻ ടാക്സ് ലോ എസ്പെഷ്യലി law do not specifically distinguish between doing business in India, doing business with India. The terms business connection, which in a crucial determination taxable business income in India, not statutorily defined. എന്ന് വെച്ചാൽ എന്താ, യുണൈറ്റഡ് കിങ്ഡത്തിന് UK എന്ന് പറയുന്നത് ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഇന്ത്യൻ നികുതികളുടെ നിയമം ബിസിനസ്സുമായിട്ട് ബിസിനസ് ചെയ്യുക, ഇന്ത്യയുമായി ബിസിനസ് ചെയ്യുക കേട്ടോ. ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുക, ഇന്ത്യയുമായിട്ട് വിത്ത് ബിസിനസ്, ഇന്ത്യയുമായി ബിസിനസ് ചെയ്യുക, ഇത് രണ്ടും പ്രത്യേകമായിട്ട് ഇവ തമ്മിൽ പ്രത്യേകമായിട്ട് ഇത് എന്താണ് വേർതിരിക്കുന്നില്ല. മീൻസ് നോക്കാം, അതിൽ രണ്ടും ഒരു ബിസിനസ് കണക്ഷനാണ് കേട്ടോ. ആ ഒരു ബിസിനസ് കണക്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ നികുതികൾക്ക് വിധേയമായിട്ടുള്ള ഒരു ബിസിനസ് വരുമാനം നിർണ്ണയിക്കുന്നതിൽ നമുക്ക് ബിസിനസ്സിൻ്റെ കണക്ഷൻ വളരെ പ്രാധാന്യമാണ്. അത് ഇന്ത്യയുമായിട്ട് ബിസിനസ് ചെയ്യുന്നതോ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നതും രണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ടാക്സാഷൻ ഓൺ ഡെറിവേറ്റീവ്സ് കേട്ടോ. ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇനി നെക്സ്റ്റ് ഹെഡിങ് പറഞ്ഞിട്ടുള്ളത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സുകളുടെ നികുതിയാണ് കേട്ടോ. ഡെറിവേറ്റീവ്സുകളുടെ ടാക്സ് എന്ന് പറയുന്നത് പിന്നെ ഒരു കോംപ്ലക്സ്ഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അതിൽ ചില ഇടപാടുകൾ, ട്രാൻസാക്ഷൻസിൽ ഒരുപാട് പ്രശ്നങ്ങൾ, റിസ്കുകളുണ്ട്. ആ റിസ്കുകൾ ഒഴിവാക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അത് കിട്ടുന്നത്. നമ്മുടെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ അതിൻ്റെ വരുമാനം എത്രയാണ് എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെയാണ് ആ രാജ്യത്തിൻ്റെ സോഴ്സും രാജ്യത്തിന് എത്രത്തോളം അതിന് പ്രാപ്തി ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി അത്രയൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. നോക്കാം. നെക്സ്റ്റ് കീ ഇഷ്യൂസ് ടാക്സേഷൻ ഓൺ ഡെറിവേറ്റീവ്സ്. കീ ഇഷ്യൂസ് എന്തൊക്കെയാണ് നോക്കാം. ഡെറിവേറ്റീവ്സിൽ പ്രധാന ഇഷ്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തത് ക്യാരക്ടറൈസേഷൻ ഓഫ് ഇൻകം, ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ഇതെന്നൊക്കെ അതിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ എന്താ, ബിസിനസ് നമ്മുടെ ഇൻകത്തിൻ്റെ സ്വഭാവം എവിടെ നിന്ന് കിട്ടിയതാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഇനി രണ്ടാമത്തെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകമാണ്. എങ്ങനെയാണ് നമ്മൾ ഇൻകം നിർണ്ണയിക്കുന്നത്, അതിൻ്റെ ടൈമിങ്ങും ക്യാഷ് ഫ്ലോസും എങ്ങനെയൊക്കെയാണുള്ളതെന്നാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വിത്തൗട്ട് ഹോൾഡിങ് ടാക്സ് ഇംപ്ലിക്കേഷനാണ്. നമുക്ക് നികുതിക്ക് എന്താണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടെങ്കിൽ അത് തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു ഡെറിവേറ്റീവ്സിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസുകൾ. ഇതാണ് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഒന്നുമില്ല, അതിൽ 3 കാര്യങ്ങളാണ്. മൂന്ന് എന്താണ് അതിൻ്റെ ഒരു ഇത് പഠിച്ചാൽ മതി. എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അധികമൊന്നുമില്ല. ആദ്യം നമ്മൾ കുറച്ച് പറഞ്ഞത് എന്താണ്, കുറച്ച് റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കൊറിയന് പറഞ്ഞു, സിംഗപ്പൂർ പറഞ്ഞു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്. ടാക്സ് നമുക്കറിയാലോ, ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇപ്പം പറഞ്ഞത് ഇഷ്യൂസുകളാണ്. 3 പ്രധാനപ്പെട്ട ഇഷ്യൂസുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് റെക്കോർഡ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഈ 3 ഇഷ്യൂസുകൾ എന്തായാലും നിങ്ങൾ ബൈഹാർട്ടാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തതിന് ശേഷം എഴുതാം കേട്ടോ.